यात्रीगण कृपया ध्यान दें, यहाँ गाड़ी संख्या 1607 प्लेटफॉर्म क्रमांक 1 पर आ चुकी है। For kind attention of passengers, train number 1607 has arrived on platform number 1. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു ട്രെയിൻ യാത്രാവിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അതായത് ഇന്ന് വ്യാഴാഴ്ച 1:55 കാഞ്ഞങ്ങാട് നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനിലാണ് എൻ്റെ യാത്ര. ഈ ട്രെയിനിൻ്റെ കന്നി യാത്രയാണത്. മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് തിരുനെൽവേലി ജംഗ്ഷൻ വരെയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് തിരുനെൽവേലിക്ക് ഒരു വീക്കിലി എക്സ്പ്രസ് വരുന്നത്. ഈ ട്രെയിൻ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. മംഗലാപുരത്ത് നിന്ന് പാലക്കാട് വരെ സാധാരണ വഴിയിലും പാലക്കാട് നിന്ന് പിന്നീട് പൊള്ളാച്ചി, പഴനി, ഉടുമൽപേട്ട, ഡിണ്ടിഗൽ, ഉഡ്ഡൻചത്രം, ഡിണ്ടിഗൽ എന്നീ വഴികൾ എല്ലാം താണ്ടി അത് മധുര ലൈനിലേക്ക് കയറി അവിടുന്ന് ഡിണ്ടിഗലിൽ നിന്ന് മധുര, വിരുദനഗർ, തിരുനെൽവേലി അങ്ങനെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് പഴനി, മധുര പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ട്രെയിനാണ്. ഇതുകൂടാതെ വേറൊരു ട്രെയിനും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മംഗലാപുരം രാമേശ്വരം. പക്ഷേ അതിന് ഞങ്ങളുടെ നാട്ടിലായ കാഞ്ഞങ്ങാടോ പയ്യന്നൂരൊന്നും സ്റ്റോപ്പില്ല. അതിന് മംഗലാപുരം വിട്ട് കഴിഞ്ഞാൽ കാസർഗോഡ് വിട്ടാൽ കണ്ണൂർ, പിന്നെ തലശ്ശേരി, കോഴിക്കോട് എന്നീ രീതിയിലാണ് അതിൻ്റെ സ്റ്റോപ്പുകളുള്ളത്. നേരെ മറിച്ച് തിരുനെൽവേലി എക്സ്പ്രസ്സിന് മംഗലാപുരം ജംഗ്ഷനിലാണ് തുടങ്ങുന്നത്. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പിന്നെ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, തിരൂർ, പാലക്കാട് അങ്ങനെയാണ്. തിരൂർ, ഷൊർണൂർ, പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ പാലക്കാട് ടൗണ്, കൊല്ലങ്കോട്, പൊള്ളാച്ചി, ഉടുമലപ്പേട്ട്, പഴനി, ഒഡ്ഡൻചത്രം, ഡിണ്ടിഗൽ, പിന്നെ മധുര. അങ്ങനെയാണ് ഈ ട്രെയിൻ തിരുനെൽവേലിക്ക് കടന്നു പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഈ ട്രെയിനിൽ കാഞ്ഞങ്ങാട് നിന്ന് മധുരയ്ക്കാണ് പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ 14 മണിക്കൂർ എടുക്കും മധുര ചെല്ലാൻ. നേരെ മറിച്ച് തിരിച്ച് വരുന്നത്, അതായത് തിരിച്ച് തിരുനെൽവേലിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന ട്രെയിൻ അവിടെ നിന്ന് ബുധനാഴ്ച പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെയോളം മംഗലാപുരം എത്തും. ആ വണ്ടിയാണെങ്കിൽ വെറും 9 മണിക്കൂർ മാത്രമേ മധുര കാഞ്ഞങ്ങാട് റണ്ണിങ് ടൈമുള്ളൂ. നേരെ മറിച്ച് അങ്ങോട്ട് പോകുന്ന ട്രെയിനിന് കാഞ്ഞങ്ങാട് മധുര 14 മണിക്കൂറാണ് റണ്ണിങ് ടൈം. ഒരു പ്രത്യേകതയുള്ളത്, കാഞ്ഞങ്ങാട് നിന്ന് 1:55 ഈ ട്രെയിനെങ്കിലും അതിനുശേഷം 2:55 പോകുന്ന മദ്രാസ് മെയിലിൽ പോയി കഴിഞ്ഞാൽ പോലും പാലക്കാട് നിന്ന് ഈ ട്രെയിൻ നമുക്ക് മധുരയ്ക്ക് പോകാൻ ട്രെയിൻ കിട്ടും. അതായത് 2:50 1 മണിക്കൂറിന് ശേഷം പോയാൽ പോലും ഈ ട്രെയിൻ പാലക്കാട് നിന്ന് നമുക്ക് ലഭിക്കുന്ന അർത്ഥം. കാരണം എന്ന് വെച്ചാൽ ഈ ട്രെയിൻ കാഞ്ഞങ്ങാട് നിന്ന് ഷൊർണൂർ വരെ ഏകദേശം നല്ല വേഗതയിലാണ് പോകുന്നത്. ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ഏകദേശം 2.5 മണിക്കൂറോളം പാലക്കാട് നിന്ന് ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ റൂട്ടിലുള്ള വലിയ രീതിയിലുള്ള ട്രാഫിക് കാരണമാണ് ട്രെയിനിന് അങ്ങനെ കടന്നു പോകാൻ സാധിക്കാത്തത്. ഫ്യൂച്ചറിൽ പാലക്കാട് ബൈപ്പാസ് വരുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവുമെന്ന് വിചാരിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, പയ്യന്നൂർ, കണ്ണൂർ ഭാഗത്തുള്ളവർക്ക്, തലശ്ശേരി ഭാഗത്തുള്ളവർക്ക് പഴനിക്ക് പോകാൻ ഒരു നല്ലൊരു ട്രെയിനാണ്. പഴനി, മധുര ഭാഗങ്ങളിലേക്ക് പോകാൻ ഒരു നല്ല ട്രെയിനാണ്. പിന്നെ
രാമേശ്വരം പോകുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമുള്ളപ്പോൾ രാമേശ്വരം പോകും. അന്ന് പോയിട്ട് രാമേശ്വരം പോയിട്ട് പിറ്റേ ദിവസം ആ ട്രെയിനിന് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ അതിന് മുമ്പ് തിരുനെല്ലി ട്രെയിനിന് പോയി കഴിഞ്ഞു. ഒരു വ്യാഴാഴ്ച തിരുനെല്ലി ട്രെയിനിന് പോയി കഴിഞ്ഞു. മധുരയെല്ലാം കണ്ട് അവിടെ നിന്ന് നേരെ ബസ്സിന് മറ്റ് ട്രെയിനിന് രാമേശ്വരം പോയി. അവിടെ സെറ്റിൽ ചെയ്ത് താമസിച്ച് 1-2 ദിവസത്തെ അവിടുത്തെ ചടങ്ങുകളോ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള സൈറ്റ് സീയിങ് എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് രാമേശ്വരത്ത് നിന്ന് ഞായറാഴ്ച വൈകുന്നേരം അതേ ട്രെയിനിൽ രാമേശ്വരം മംഗലാപുരത്തിന് കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോടോ ഒക്കെ നിങ്ങൾക്ക് ആ ട്രെയിനിൽ വന്ന് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോയി ട്രെയിനിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഈ തിരുനെല്ലി വഴി ട്രെയിനിൽ മധുരയ്ക്ക് പോവുകയും അവിടുന്ന് അല്ലെങ്കിൽ പഴനിയോ മധുരയോ എവിടെ വേണമെങ്കിലും പോയിട്ട് അവിടുന്ന് പിന്നെ രാമേശ്വരത്തേക്ക് കളക്ട് ചെയ്ത് ട്രെയിൻ പോയിട്ട് തിരിച്ച് രാമേശ്വരം മംഗലാപുരം ട്രെയിനിൽ തിരിച്ച് വരാനുള്ളൊരു സാധ്യത, ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പറയുക. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.